നെസ്ലെ ഇന്ത്യയിൽ വിൽക്കുന്ന ബേബി പ്രോഡക്റ്റ് അതായത് സെറലാക്ക് ഒക്കെ ഷുഗർ ഇട്ടാണ് വിൽക്കുന്നത് എന്ന ആരോപണം ഈ അടുത്ത് വന്നത് നിങ്ങൾ കേട്ട് കാണും. അതായത് നമ്മുടെ ഇന്ത്യ പോലുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ ഷുഗർ അധികമായി ആഡ് ചെയ്ത പ്രോഡക്ട്സും എന്നാൽ ജർമ്മനി, ഫ്രാൻസ് പോലുള്ള ഡെവലപ്ഡ് കൺട്രീസിൽ ഷുഗർ ഇല്ലാതെയുമാണ് വിൽക്കുന്നത് എന്നാണ് കണ്ടുപിടിച്ചത്. ഈ ബേബി പ്രോഡക്ട്സിൽ ഷുഗർ ഇത്തിരി ആഡ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത്. മാത്രമല്ല മധുരമുണ്ടെങ്കിൽ കുട്ടികൾ നന്നായി ഫുഡ് കഴിച്ചോളും, അത് നല്ലതല്ലേ എന്നും തോന്നാം. അപ്പൊ പിന്നെ ഡെവലപ്ഡ് കൺട്രീസിൽ എന്തുകൊണ്ട് നോ ആഡഡ് ഷുഗർ അഥവാ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യാത്ത പ്രോഡക്ട്സിന് ഇത്ര ഡിമാൻഡ് എന്ന് തോന്നുന്നുണ്ടോ? അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ഇങ്ങനെ രാജ്യം തിരിച്ച് ഡബിൾ സ്റ്റാൻഡേർഡ് കാണിക്കുന്നുണ്ടോ? അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? ഈ അടുത്ത് കേട്ട മെയിനായ ചില ആരോപണങ്ങൾ ഒന്ന് നോക്കാം. ഒന്ന്, ഒരേ കമ്പനിയുടെ ചോക്ലേറ്റ് ഇന്ത്യയിൽ വരുമ്പോൾ ഷുഗർ കണ്ടന്റ് കൂടുന്നു, മിൽക്ക് കണ്ടന്റ് കുറയുന്നു. അതേ സാധനം ഓസ്ട്രേലിയയിൽ എത്തുമ്പോൾ ഷുഗർ കണ്ടന്റ് കുറയുന്നു, മിൽക്ക് കണ്ടന്റ് കൂടുന്നു. രണ്ട്, ഒരേ കമ്പനിയുടെ ലേസ് ഇന്ത്യയിൽ എത്തുമ്പോൾ ഉപ്പിന്റെ അളവ് കൂടുന്നു, ഉപയോഗിക്കുന്ന ഓയിൽ വ്യത്യാസം വരുന്നു. അതേ സാധനം യൂറോപ്പിൽ എത്തുമ്പോൾ ഉപ്പിന്റെ അളവ് കുറയുന്നു, ഓയിൽ മറ്റൊന്നാകുന്നു. മൂന്ന്, ഫാന്റ, കോള തുടങ്ങിയ കൂൾ ഡ്രിങ്ക്സിൽ ഉപയോഗിക്കുന്ന ആർട്ടിഫിഷ്യൽ കളർ, ഷുഗർ സോഴ്സ് തുടങ്ങിയവ അമേരിക്ക, യൂറോപ്പ്, ഇന്ത്യ എന്നിവിടങ്ങളിൽ വ്യത്യസ്തമാണ്. യൂറോപ്പിൽ ബാൻ ചെയ്ത ആർട്ടിഫിഷ്യൽ കളർ ഇന്ത്യയിൽ വിൽക്കുന്ന പ്രോഡക്ട്സിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങൾ നിങ്ങൾ മെയിനായും കേട്ടിട്ടുണ്ടാവുക പല യൂട്യൂബ് ചാനൽസിൽ നിന്നുമായിരിക്കും. നെസ്ലയുടെ ഡബിൾ സ്റ്റാൻഡേർഡ് ഒരു ഓർഗനൈസേഷൻ നടത്തിയ റിസർച്ചിലാണ് പുറത്തു വന്നത്. അതിന് നെസ്ലെ കൊടുത്ത മറുപടി ഇന്ത്യയിലെ നിയമം അനുസരിച്ച് തന്നെയാണ് ഇന്ത്യയിൽ നെസ്ലയുടെ പ്രോഡക്റ്റ് ആയ സെർലാക്ക് വിൽക്കുന്നത് എന്നാണ്. അതായത് അനുവദനീയമായ അളവിൽ ഷുഗർ ഉപയോഗിച്ചിട്ടുണ്ട്, അത് നിയമവിധേയമാണ് എന്ന്. സത്യത്തിൽ അത് ശരിയുമാണ്. അപ്പൊ പ്രശ്നം ആ നിയമത്തിന്റേത് കൂടിയാണ്. അത് മാത്രമല്ല ആഡഡ് ഷുഗർ എത്രയുണ്ടെന്ന് പാക്കറ്റിൽ ഉണ്ടെന്നും പേരൻസ് അത് നോക്കി വാങ്ങുമ്പോൾ അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നും യൂറോപ്പിലും ഇന്ത്യയിലും രണ്ട് ടൈപ്പ് പ്രോഡക്ട്സും അതായത് ഷുഗർ ആഡ് ചെയ്തതും ചെയ്യാത്തതും ഉണ്ടെന്നും വേണ്ടത് നോക്കി വാങ്ങേണ്ടത് പേരൻസ് ആണെന്നുമാണ് പറയുന്നത്. നിയമത്തിന്റെ ലൂപ്പ് ഹോൾ ഉപയോഗിച്ച് മാക്സിമം മുതലെടുക്കുക എന്നത് കോർപ്പറേറ്റുകളുടെ ഒരു രീതിയാണ്. ഒരു രാജ്യത്ത് ബാൻ ചെയ്ത ഫുഡ് കളർ മറ്റേ രാജ്യത്ത് ബാൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് അവിടെ ഉപയോഗിക്കുന്നതൊക്കെ അതുകൊണ്ടാണ്. അതുപോലെ ഇന്ത്യക്കാരുടെ ടേസ്റ്റ് അറിഞ്ഞ് ഉപ്പും മധുരവും ഒക്കെ വാരി വിതറുന്നതും ഇതേ കണ്ണോടെയാണ്. ചില വ്യക്തികളോ ചില സ്ഥാപനങ്ങളോ ഒക്കെ ഇത്തരം ഇരട്ടത്താപ്പുകൾ കണ്ടുപിടിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക തന്നെ ചെയ്യുന്നുള്ളൂ. കമ്പനികളെയും രാജ്യത്തെ നിയമങ്ങളെയും മാറ്റി നിർത്തിയാൽ ഒരു സമൂഹം എന്ന നിലയ്ക്ക് എങ്ങനെ നമുക്ക് ഇത്തരം ഇരട്ടത്താപ്പുകളെ പ്രതിരോധിക്കാൻ കഴിയും? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തൊക്കെയുണ്ടെന്നത് അറിയാതെ കഴിച്ചുകൊണ്ടിരിക്കുന്നത് തുടരണോ? എന്റെ വ്യക്തിപരമായ ഒരു അനുഭവം പറയാം. ഇവിടെ ജർമ്മനിയിൽ ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ കുട്ടിക്ക് കൊടുക്കുന്ന ഫുഡിൽ ആഡഡ് ഷുഗർ ഇല്ലാത്തത് വാങ്ങണം, ഏതാണ് ആ പ്രോഡക്ട്സ് എന്നൊക്കെ ഡോക്ടറും മിഡ്വൈഫും നമ്മളോട് പ്രത്യേകം പറയും. അതിനർത്ഥം ആ സൊസൈറ്റി കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലെ ഷുഗറിന്റെ കാര്യത്തിൽ എക്സ്ട്രാ കോൺഷ്യസ് ആണെന്ന് തന്നെയാണ്. ഭാവിയിലെ അമിതവണ്ണം, ടൈപ്പ് 2 ഡയബറ്റീസ് ഒക്കെ ഒഴിവാക്കാൻ ചെറുപ്രായത്തിലെ നല്ല ഭക്ഷണശീലം തുടങ്ങി വെക്കുക എന്നതിന്റെ ഭാഗമാണത്. എന്നാൽ നമ്മുടെ നാട്ടിൽ കുട്ടികളുടെ ഭക്ഷണശീലം, മധുരം കഴിക്കൽ എന്നിവയെ പറ്റി അത്ര കോൺഷ്യസ് അല്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. ഒരു ഫുഡ് പാക്കറ്റിന്റെ ലേബൽ നോക്കി അതിൽ എത്ര ഷുഗർ ഉണ്ട്, ആഡഡ് ഷുഗർ ഉണ്ടോ എന്നൊക്കെ അറിഞ്ഞ് അത് വാങ്ങണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിലേക്ക് നമ്മളിൽ പലരും ഇപ്പോഴും എത്തിയിട്ടില്ല. നമ്മളിപ്പോഴും കുട്ടികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഷുഗർ റിച്ച് ആയിട്ടുള്ള കോംപ്ലാൻ, ബോൺവിറ്റയൊക്കെ കൊടുക്കുന്നവരാണ്. നമ്മുടെ ഈ സ്വഭാവത്തെ മുതലെടുക്കുകയാണ് കമ്പനികൾ. യൂട്യൂബിൽ ഏറ്റവും എളുപ്പത്തിൽ കേക്ക് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു ടെക്നിക്കായി പലപ്പോഴും കണ്ടുവരുന്ന വീഡിയോസ് ആണ് ഓറിയോ കൊണ്ടുള്ള കേക്കുകൾ. ഓറിയോ പൊടിച്ച് അതിൽ വീണ്ടും കൊട്ടക്കണക്കിന് ഓയിൽ, പഞ്ചസാരയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഈ കേക്ക് എത്രമാത്രം അൺഹെൽത്തി ആണെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഓറിയോ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ ആവശ്യത്തിലും എത്രയോ കൂടുതൽ മധുരം അഥവാ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ്, ബേക്കിംഗ് സോഡ, ബിസ്ക്കറ്റ് ക്രിസ്പി ആകാനും സോഫ്റ്റ് ആകാനും വേണ്ട ചേരുവകൾ, അങ്ങനെ പലതും ഇട്ടിട്ടുണ്ടാകും. ഓയിൽ വേറെ. ഈ ഒരു പ്രോഡക്റ്റ് എടുത്ത് അതിലേക്ക് വീണ്ടും എണ്ണയും പഞ്ചസാരയും ഒക്കെ ചേർത്ത് കേക്ക് ഉണ്ടാക്കിയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഓറിയോ ഉപയോഗിച്ച് കേക്ക്, ഐസ്ക്രീം, ഷേക്ക് അങ്ങനെ പലതും ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ഓറിയോ ഒരു സകലകലാ വല്ലഭനാകുമ്പോൾ ലാഭം ഓറിയോ കമ്പനിക്കാണ്. 100 ഗ്രാം ഓറിയോയിൽ 50 ഗ്രാമിലധികം ഷുഗർ ഉണ്ടെന്ന് അതിന്റെ പാക്കറ്റ് നോക്കിയാൽ അറിയാം. 10 ഓറിയോ കഴിച്ചാൽ 700 കാലറിയായി. ഈ ബിസ്ക്കറ്റും അതുകൊണ്ടുണ്ടാക്കുന്ന മറ്റു സംഭവങ്ങളും കഴിക്കുന്നത് വല്ലപ്പോഴുമാണെങ്കിൽ അത് വലിയ പ്രശ്നമൊന്നുമില്ല, അതൊരു തെറ്റുമല്ല. എന്നാൽ ഷുഗറും ഫാറ്റും കൂടിയ അളവിലുള്ള ന്യൂട്രീഷന്റെ കാര്യത്തിൽ വളരെ പിന്നിൽ നിൽക്കുന്ന ഈ ബിസ്ക്കറ്റ് ഉപയോഗിച്ച് വേറെ പല പല സംഭവങ്ങൾ ഉണ്ടാക്കി കുട്ടികൾക്ക് സ്ഥിരമായി കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് ഷുഗർ അഡിക്ഷൻ ആണ്. അതായത് കഴിക്കുമ്പോൾ വലിയ സന്തോഷം, വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നൽ, കിട്ടിയില്ലെങ്കിൽ ഡിപ്രഷനും ഇറിറ്റേഷനും ഒക്കെ. പിന്നീട് പലവിധ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കുട്ടികളെ നയിക്കാൻ ഈ ഷുഗർ അഡിക്ഷൻ കാരണമാകും. മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക, പച്ചക്കറികൾ ഇഷ്ടമല്ലാതാവുക, അമിതവണ്ണം, ഹാർട്ട് ഡിസീസ് തുടങ്ങി ഡയബറ്റീസ് വരെ അങ്ങനെ. നമ്മുടെ നാട്ടിൽ ബർഗർ, പിസ്സയൊക്കെ ഇത്തിരി സ്റ്റാറ്റസ് കൂടിയ ഐറ്റംസ് ആണ്. KFC, ബർഗർ കിങ്, മെക്ഡൊണാൾഡ്സ് എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി ഹൈഫൈ ആണ്. അത് കോർപ്പറേറ്റുകൾ അങ്ങനെ ആക്കി തീർത്തതാണ്. സത്യത്തിൽ യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ഏറ്റവും ചീപ്പായി കിട്ടുന്ന ഭക്ഷണമാണിവ. അമിതവണ്ണത്തിന്റെ മെയിൻ കാരണവും ഈ ഭക്ഷണമാണ്, പ്രത്യേകിച്ച് അമേരിക്കയിൽ. മൈ 600 പൗണ്ട് ലൈഫ് എന്നൊരു
ഒരു റിയാലിറ്റി ഷോ ഉണ്ട് അമേരിക്കയിൽ. 300-500 കിലോ ഭാരമുള്ള മനുഷ്യരുടെ ജീവിതമാണ് അതിൽ. അവർ കഴിക്കുന്ന മെയിൻ ഫുഡ് ഇത്തരത്തിലുള്ളതാണ്, ഒപ്പം കോളയും. ചീപ്പായി കിട്ടുന്ന, സ്ഥിരമായി അമിതമായി കഴിച്ചാൽ പൊണ്ണത്തടിക്ക് കാരണമാകുന്ന ഈ ഭക്ഷണം നമ്മുടെ നാട്ടിൽ വിൽക്കുമ്പോൾ കുറച്ചുകൂടി അൺഹെൽത്തി ആയാണ് വിൽക്കുന്നത് എന്നൊരു ആരോപണമുണ്ട്. എന്നിട്ടും ഇത്തരം ഫുഡ് സ്റ്റാറ്റസിന്റെ ഭാഗമാകുന്നത് നമ്മളെ കബളിപ്പിക്കലല്ലേ? പാക്കറ്റ് ഫുഡ് വാങ്ങുമ്പോൾ ലേബൽ നോക്കാൻ പഠിക്കുക എന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള ഒരു പ്രതിവിധി. ഷുഗർ, ഫാറ്റ്, ടോട്ടൽ കാലറി ഒക്കെ അങ്ങനെ അറിയാൻ കഴിയും. കൂട്ടത്തിൽ ഇൻഗ്രീഡിയൻസ് കൂടി നോക്കാം. അവിടെ ആദ്യത്തെ 3 സ്ഥാനങ്ങളിൽ ഒന്ന് ഷുഗർ ആണെങ്കിൽ ആ പ്രോഡക്റ്റ് അത്ര ഹെൽത്തി അല്ല. കൂടാതെ തീരെ ചെറിയ കുട്ടികൾക്ക് ഡെയിലി കൊടുക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൽ ആഡഡ് ഷുഗർ ഇല്ല എന്നും ഉറപ്പുവരുത്താം. അപ്പൊ എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.